എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, ഒരു മാസക്കാലത്തോളം നമ്മൾ കാത്തിരുന്ന ആകാംക്ഷ നിർഭരമായിട്ടുള്ള ദിവസം നാളെ മെയ് 4 തീയതി ചാലക്കുടി ഉൾപ്പെടുന്ന 140 നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ദിവസം കാലത്ത് 8 മണി മുതൽ കൗണ്ടിംഗ് ആരംഭിക്കും. കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഏകദേശം 16 റൗണ്ടുകളിലായിട്ടാണ് 219 ബൂത്തുകളിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 14 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. അങ്ങനെ 15 റൗണ്ടും പിന്നെ അവസാനത്തെ 16ാമത്തെ റൗണ്ടിൽ 9 ബൂത്തുകളുമാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യം എണ്ണുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 85 വയസ്സിന് മേലെ ചെയ്ത ആളുകളുടെ വോട്ട്, അത് ഹോം വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. അതിനുശേഷമാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത്. പോസ്റ്റൽ വോട്ട് ഏകദേശം 800 ചില വോട്ടുകളുണ്ടാവും. അതെല്ലാം ഒരു 50ൻ്റെ കെട്ടുകളാക്കി വെച്ചാണ് അതിനുശേഷമാണ് വോട്ടെണ്ണുന്നത്. അതിനുശേഷം പിന്നെ പട്ടാളക്കാരുടെ വോട്ടുണ്ട്. ഈ പട്ടാളക്കാരുടെ വോട്ട് നാളെ വരെ വരാം. ഒരു 145ഓളം വോട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇനിയും വരാം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വോട്ടുകൾക്ക് ശേഷമാണ് നമ്മുടെ ബാലറ്റ് പെട്ടി പൊട്ടിക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ 1ാം ബൂത്തിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ. ഈ ബൂത്തുകളൊക്കെ ഏതൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളത് ഞാൻ പറയാം. 1ാം ബൂത്ത് മുതൽ 30ാം ബൂത്ത് വരെ കൊടകര പഞ്ചായത്താണ്. 31 മുതൽ 62 വരെ കോടശ്ശേരി പഞ്ചായത്തും, 63 മുതൽ 71 വരെ അതിരപ്പള്ളി പഞ്ചായത്തും, 72 മുതൽ 92 വരെ പരിയാരം പഞ്ചായത്തും, 93 മുതൽ 139 വരെ ചാലക്കുടി നഗരസഭയും, 140 മുതൽ 163 വരെ മേലൂർ ഗ്രാമപഞ്ചായത്തും, 164 മുതൽ 186 വരെ കാടുകുറ്റി പഞ്ചായത്തും, 187 മുതൽ 219 വരെ കൊരട്ടി പഞ്ചായത്തുമാണ് ഉൾപ്പെടുന്നത്. ഇങ്ങനെ 14 ബൂത്തുകൾ, 14 കൗണ്ടിംഗ് ടേബിളുകളിലായിട്ട് 16 റൗണ്ട്. അതിലെ ആദ്യത്തെ 15 റൗണ്ടിൽ 14 ബൂത്തുകളുണ്ടാവും. അവസാനത്തെ 16ാമത്തെ റൗണ്ടിൽ 9 ബൂത്തുകളായിരിക്കും വരുന്നത്. ചാലക്കുടി നിയോജകമണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ടോട്ടൽ വോട്ടുകൾ 1,79,208 വോട്ടുകളാണ് ടോട്ടൽ വോട്ടുള്ളത്. അതിൽ പോൾ ചെയ്തിട്ടുള്ളത് 1,35,392 വോട്ടാണ്. 75% പോളിംഗ് ആണ് ഈ പ്രാവശ്യം നടന്നത്. എന്നാൽ 2021 നടന്നത് ആകെ വോട്ടുകൾ 1,92,767 വോട്ടും പോൾ ചെയ്തത് 1,40,013 വോട്ടും. 72%മാണുള്ളത്. അപ്പോൾ ശതമാനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഈ പ്രാവശ്യം ശതമാനം കൂടുതലുണ്ട്. 3% കൂടുതലുണ്ട്. 75% കൂടുതലുണ്ട്. പക്ഷേ 4,621 വോട്ട് കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും കുറവ് വോട്ടാണ് ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ഇതാണ് കൗണ്ടിംഗ് സ്റ്റേഷനിൽ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പിൽ 2 സർവേകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലം കൂടി ഞാൻ പറയുകയാണ്. ഇത് ആധികാരികമായിട്ട് ഇത് തന്നെ ശരിയായിരിക്കും എന്നുള്ളതിനൊന്നും യാതൊരു ഉറപ്പില്ല. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ 4 വാർഡുകളിലെ ഫലം തെറ്റിപ്പോയതാണ്. പക്ഷേ ഞാനൊരു തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയിരുന്നു. പ്രീപോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും. പ്രീപോൾ സർവേ LDFൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് വരുന്നതിന് മുൻപായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. 500 പേരിലാണ് പ്രധാനമായിട്ടും ഈ പ്രീപോൾ സർവേ നടത്തിയിരുന്നത്. പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തുകളിലും 60 പേരിൽ വെച്ച് അങ്ങനെ 420 പേരിലും ചാലക്കുടി നഗരസഭയിൽ 80 പേരിലുമാണ് ഈ അഭിപ്രായ സർവേ ഞാൻ നടത്തിയത്, പ്രീപോൾ സർവേ. ആ പ്രീപോൾ സർവേയിൽ ചോദിച്ച പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ, ആദ്യം ചോദിച്ച 3 ചോദ്യങ്ങൾ: കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്കുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം മെച്ചപ്പെട്ടതാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഈ 500 പേരിൽ ആദ്യം ചോദിച്ചത്. ആദ്യം ചോദിച്ചതിൽ ഏകദേശം 320 പേര് മോശം ഭരണമായിരുന്നു ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ എന്നാണ് രേഖപ്പെടുത്തിയത്. നല്ലത് എന്ന് പറഞ്ഞത്, മികച്ച ഭരണമായിരുന്നു എന്ന് പറഞ്ഞത് 180 പേരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സർവേ നടത്തുന്നത് പല സമയങ്ങളിലും പല പ്രദേശങ്ങളിൽ ഇരിക്കുന്ന ആളുകളായിട്ടാണ്. അവരുടെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ അവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകാം. പക്ഷേ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേറെ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കും. നമ്മൾ ഈ പ്രീപോൾ സർവേ നടത്തിയതിൽ ഒരു 54% ഹൈന്ദവ വോട്ടുകളായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർക്ക് അധികവും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ്റിനുള്ള എതിർപ്പ് എന്ന് പ്രധാനമായിട്ടും പറഞ്ഞത്. ഹിന്ദു വോട്ടർമാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതിൽ അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് ഈ ശബരിമല പ്രചരണം അത് ഗവൺമെൻറ്റിന് എതിരായിട്ട് വരും എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ചോദ്യം, MLA TJ സനീഷ് കുമാർ ജോസഫ് അദ്ദേഹത്തിൻ്റെ വികസനവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ വികസന നയങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഏകദേശം 360 പേര് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഈ MLAയുടെ ഇടപെടൽ അതുമായി ചാലക്കുടിയിലെ ചില വികസനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ചാലക്കുടി നഗരസഭയിൽ നിന്നും അഭിപ്രായം ചോദിച്ചാൽ 80 പേരിൽ ഏകദേശം 60 പേരോളം 64 പേരോളം ഒക്കെയാണ്. അത്രയും പേര് ഈ MLAയുടെ വികസന നയങ്ങളും മറ്റു കാര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അടുത്ത ചോദ്യം, ഈ MLA മാറേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ MLA മാറേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ ഏകദേശം 190 പേര് ഈ MLA മാറണം എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ 310 പേര് ഈ MLA മാറേണ്ടതില്ല എന്നാണ്. ഈ ചോദ്യം അധികം നമ്മൾ ചോദിച്ചപ്പോൾ അതിൽ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ MLA സപ്പോർട്ട് ചെയ്തത്. അവർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ MLA ഒരു പാവമാണ് കേട്ടോ എന്ന് വരെ പറഞ്ഞ സ്ത്രീ വോട്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സ്ത്രീ വോട്ടർമാർക്കിടയിൽ MLA സനീഷ് കുമാർ ജോസഫിന് ഒരു സോഫ്റ്റ് കോർണർ, ഒരു സഹാനുഭൂതി അദ്ദേഹത്തിൻ്റെ ശൈലിയിലും ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3 ചോദ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും പ്രീപോൾ സർവേയുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. അതിനുശേഷം
എക്സിറ്റ് പോൾ, അതായത് വോട്ട് ചെയ്തതിന് ശേഷം നടന്ന എക്സിറ്റ് പോൾ, അത് ഇതുപോലെ തന്നെ 500 പേരിൽ നടത്തി. ഈ 500 പേര് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രീ പോൾ സർവേ നടത്തിയ 500 പേരായിരുന്നില്ല, വേറെ പുതിയതായിട്ട് കണ്ടെത്തിയ 500 പേരായിരുന്നു. ആ 500 പേരിൽ നടത്തിയ പ്രധാനപ്പെട്ട ഈ എക്സിറ്റ് പോൾ സർവേയിൽ ഞാൻ ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്, ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. മറ്റ് ചാനലുകാർ വളരെ ആധികാരികമായിട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമായിരുന്നില്ല. ഈ 500 പേരോടും ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിച്ചിരുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നു? ഇതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ മത്സരിച്ച ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദിച്ച ചോദ്യത്തിന് 270 പേര് സനീഷ് കുമാർ ജോസഫ് ആണെന്നാണ് പറഞ്ഞത്. 200 പേര് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, 30 പേര് അഡ്വക്കേറ്റ് ചാർലി പോളിനുമാണ് പറഞ്ഞത് മികച്ച സ്ഥാനാർത്ഥിയെന്ന്. ഇതിൽ പ്രധാനമായിട്ടും വേറെ ഒരു ഉപചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ബിജു എസ് ചെറിയത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടോ മറ്റു കാര്യങ്ങളോടുള്ള എതിർപ്പല്ല, പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ മാറ്റം അത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഇലക്ഷന് തൊട്ട് മുന്നേ വരെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് നിന്ന് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അതിൻ്റെ നയങ്ങളെ അനുകൂലിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് പലരുടെയും ഉള്ളിൽ, അതായത് പ്രത്യേകിച്ച് LDFൻ്റെ അണികളുടെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ബിജു എസ് ചെറിയത്ത് ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ മാറ്റം അത് ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കിഴക്ക് നിന്ന് അതിരപ്പള്ളി മുതൽ കൊടകര ചുറ്റി കൊരട്ടിയിൽ അവസാനിക്കുന്ന പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിരപ്പള്ളി, പരിയാരം, കോടശ്ശേരി, കൊടകര, ചാലക്കുടി നഗരസഭ, മേലൂർ, കൊരട്ടി, കാടുകുറ്റി, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. ഇതിൽ സ്വാഭാവികമായിട്ടും UDFനെ അനുകൂലിക്കുന്നതും LDFനെ അനുകൂലിക്കുന്ന പ്രദേശങ്ങളുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് 3 പഞ്ചായത്തുകളാണ് പ്രധാനമായിട്ടും ഭരണത്തിലിരിക്കുന്നത്. അത് മേലൂർ, അതിരപ്പള്ളി, പരിയാരം. ഇതിൽ മേലൂരാണ് ഇക്കാലം അത്രയും LDFന് വിശ്വസ്തമായിട്ട് ഭൂരിപക്ഷം നൽകുന്ന ഒരു പഞ്ചായത്ത്. അതൊരു 1000-ൽ വരുന്ന താഴെ വരുന്ന വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കൊടുത്തത്. ഇനി പരിയാരം പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതൊരു കോൺഗ്രസ് UDFന് അനുകൂലമായിട്ടൊരു പഞ്ചായത്താണ്. പക്ഷേ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമായി ബന്ധപ്പെട്ട് വന്ന ചില സംഭവങ്ങളും പിന്നെ LDFൻ്റെ ഒരു ടീം വർക്കിലുമാണ് അവിടെ LDFന് അവിടെ ഭരണം 3ാമതും അവിടെ കിട്ടാനായിട്ട് സാധിച്ചത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു UDFന് അനുകൂലമായിട്ടുള്ള വോട്ടുകളുള്ള ഒരു പ്രദേശമാണ്. അതിരപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ച് വോട്ടുകളുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇപ്രാവശ്യം എത്രത്തോളം ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതിലൊക്കെ വലിയ ഘടകങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി നഗരസഭ നിർണായകമായ വോട്ടുകളുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 3600 വോട്ടിന്, അതായത് സനീഷ് കുമാർ ജോസഫിനെ ആരും അറിയാത്ത ഒരു സമയത്ത് പോലും സനീഷ് കുമാർ ജോസഫിന് കൂടുതൽ സപ്പോർട്ടായിട്ട് 3600 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്ത ഒരു പ്രദേശമാണ് ചാലക്കുടി നിയമമണ്ഡലത്തിലെ ചാലക്കുടി നഗരസഭ. അതുപോലെ കാടുകുറ്റി പഞ്ചായത്ത് മൃഗീയമായി ഭൂരിപക്ഷം കിട്ടുന്ന ഈ പ്രാവശ്യം കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. കൊരട്ടി പഞ്ചായത്ത്, അതുപോലെ തന്നെ കൊരട്ടി പഞ്ചായത്ത് വിമതന്മാരുടെ ശല്യം ഒരുപാടുണ്ടായിട്ടും ഇത്തവണ സനീഷ് കുമാർ ജോസഫ് ടീമിനെ അവിടെ വിജയിക്കാൻ സാധിച്ചു. വെറും 4 സീറ്റുകൾ മാത്രമാണ് LDFന് അവിടെ കിട്ടിയത്. ഇനി കോടശ്ശേരി പഞ്ചായത്ത് LDFിൽ നിന്നും ഇപ്രാവശ്യം 2ാം പ്രാവശ്യവും പഞ്ചായത്ത് നിലനിർത്തിയ ഒരു ടീം, ഒരു UDF ടീമുള്ള പഞ്ചായത്താണ് കോടശ്ശേരി പഞ്ചായത്ത്. അതുപോലെ LDFൻ്റെ കയ്യിലിരുന്ന മറ്റൊരു പഞ്ചായത്താണ് കൊടകര പഞ്ചായത്ത്. ഈ കൊടകര പഞ്ചായത്ത് അവിടുത്തെ ചില പ്രാദേശിക പ്രശ്നങ്ങൾ മൂലം അത് മുതലാക്കി UDF അവിടെ അധികാരം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 5 പ്രദേശങ്ങൾ UDFനൊപ്പമാണ് നിൽക്കുന്നത്. കാടുകുറ്റി, കൊരട്ടി, ചാലക്കുടി നഗരസഭ, കോടശ്ശേരി, കൊടകര, ഇത്രയും പ്രദേശങ്ങൾ UDFനൊപ്പം നിൽക്കുമ്പോൾ 3 പഞ്ചായത്തുകളാണ് LDFനൊപ്പം നിൽക്കുന്നത്. ഇതാണ് പഞ്ചായത്തുകളുടെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ പരിശോധിക്കാൻ സാധിക്കുക. ഇനി ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം UDFനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മികവാർന്നതായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം അത് എക്കാലത്തും UDF നടത്തിക്കൊണ്ടിരുന്ന ചില പ്രചരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുവന്നു. പല പഞ്ചായത്തുകളിലും കൺവെൻഷനുകൾ പൂർത്തിയായി, അടിത്തട്ട് വർക്കുകളെല്ലാം കൃത്യമായി നടന്നു. ഇതിൽ സനീഷ് കുമാർ ജോസഫിൻ്റെ നേരിട്ടൊരു ഇടപെടലുണ്ടായിരുന്നു. അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ 1, 2, 3 ദിവസങ്ങൾ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ വീഴ്ചകൾ സനീഷ് കുമാർ ജോസഫ് നേരിട്ട് കണ്ടെത്തുകയും പരമ്പരാഗതമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കൂടെ നിർത്തുകയും അതോടൊപ്പം തന്നെ ഒരു പുതിയ ടീമിനെ ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചത്ത് പണിയെടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെടുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം 200 വോട്ടെങ്കിലും ജയിക്കുന്ന പറഞ്ഞു. കാരണം അദ്ദേഹം പണിയെടുക്കുന്ന മനുഷ്യനാണ്. അത് സനീഷ് കുമാർ ജോസഫ് മുതലാക്കി കൃത്യമായി തന്നെ ഒരു ടീമിനെ സജ്ജമാക്കി ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത മഹിളാ റാലി വരെ ഇത്തവണ UDF സംഘടിപ്പിച്ചു. സൂസി സുനിൽ ഉൾപ്പെടെയുള്ള വനിതാ നേതൃത്വം വളരെ ശക്തമായി ഇതിൻ്റെ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFൻ്റെ ഇത്തവണത്തെ ടീം വർക്ക് അത് വളരെ സ്ട്രോങ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും ഈ ഭരണവിരുദ്ധ വികാരം, സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം മുതലാക്കിക്കൊണ്ട് തന്നെ മിക്കവാറും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇതാണ് UDFൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം വയ്ക്കാവുന്ന മറ്റൊരു സംഭവം, സനീഷ് കുമാർ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം 219 ബൂത്തുകളിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ നിശ്ചിതമായിട്ട് വിമർശനം ഉന്നയിച്ച ചില വസ്തുതകളുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹം ഒരു സ്വീകാര്യനായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ലെവലിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ബോഡി ലാംഗ്വേജ്, ഒരു പാവം മനുഷ്യൻ
ഈ ഒരു സഹാനുഭൂതി സ്വാഭാവികമായിട്ടും സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വളരെയധികം നിറഞ്ഞു നിന്നു. അതേസമയം അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ 219 ബൂത്തുകളിലും പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സനീഷ് കുമാർ ജോസഫിനെ സംബന്ധിച്ചോളം അതുണ്ടായിരുന്നില്ല. പൊതുവിൽ അവരുടെ ഒരു ടീം സെറ്റായിരുന്നു എന്നാണ് UDFിൻ്റെ പ്ലസ് പോയിന്റ്. ഇനി UDFിന് ഉള്ള ഒരു നെഗറ്റീവ് മാർക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ UDFിൻ്റെ ചില ഘടകങ്ങൾ, ചില നേതൃത്വങ്ങൾ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ചാലക്കുടി നഗരസഭ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ചാലക്കുടി നിയമമണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ചില നേതൃത്വങ്ങൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് ചില അടിവലിവുകൾ നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അടിവലിവുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞാൻ ഈ സർവേ നടത്തിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുകയാണ്. ഇനി LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ചാലക്കുടി നഗരസഭയിൽ എക്കാലഘട്ടത്തിലും LDF പിറകി പോകുന്ന ഒരു സ്ഥിരം സംഭവമാണ്. ചാലക്കുടി നഗരസഭയിൽ ദേവസ്വമായിട്ട് 26,000 വോട്ടിന് ജയിച്ച കാലഘട്ടത്തിലും അതുപോലെ തന്നെ ലോനപ്പന്തമ്പാടം ജയിച്ച സമയത്ത് മാത്രമാണ് എനിക്ക് തോന്നുന്നു ചാലക്കുടി നഗരസഭയിൽ അല്പമെങ്കിലും LDFിന് ഭൂരിപക്ഷം ഉണ്ടായത്. എല്ലാ തവണയും ചാലക്കുടി നഗരസഭ LDFിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഇപ്രാവശ്യം ബിജു എസ് ചെറിയത്തിനെ പോലെ ഒരാളെ കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിന് മേലെയും അപ്പർ ക്ലാസ്സിന് മേലെയും വരുന്ന വലിയൊരു വിഭാഗം ബിജു എസ് ചെറിയത്തിനൊപ്പം ചാലക്കുടി നഗരസഭയിൽ വോട്ട് ചെയ്യും എന്നാണ് ചാലക്കുടിയിലെ LDF നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. പിന്നെ അതുമാത്രമല്ല, ഇപ്രാവശ്യം LDFിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള വേറെ ചില പരമ്പരാഗതമായ LDFിനൊപ്പമില്ലാത്ത മറ്റ് ചില ഘടകങ്ങളും കൂടി LDFിനെ സഹായിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും എനിക്കുണ്ട്. അതായത് അതിൽ പ്രധാനമായിട്ട് ക്രൈസ്തവ സഭകളുടെ ഇടപെടലാണ്. ബിജു എസ് ചെറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭകളായിട്ടുള്ള 2 അതിരൂപതകൾ, എറണാകുളം അങ്കമാലി അതിരൂപത, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട രൂപത, ഈ 2 രൂപതകളും ബിജു എസ് ചെറിയത്തിൻ്റെ ഒപ്പമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലീഗൽ ഓഫീസറായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത. ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പുഴയ്ക്കപ്പുറം വരുന്ന കാടുകുറ്റി, മേലൂർ, കൊരട്ടി പഞ്ചായത്തുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലും, പുഴയ്ക്കിപ്പുറം ചാലക്കുടി നഗരസഭ, കൊടകര, അതുപോലെ പരിയാരം, കോടശ്ശേരി, അതിരപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലുമാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടലുകൾ ബിജു എസ് ചെറിയത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ വോട്ടായി വരുമ്പോൾ LDFിൻ്റെ പരമ്പരാഗതമായ വോട്ടുകളും ഒപ്പം ഈ പുതിയതായിട്ട് കിട്ടുന്ന വോട്ടുകളും കൂട്ടുമ്പോൾ ബിജു എസ് ചെറിയത്ത് വിജയിക്കുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗത്ത് LDFിന് ചില ഡീമെറിറ്റ്സുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതാപരമായ സംഭവമാണ്. അതായത് അതിൽ പ്രധാനപ്പെട്ട സംഭവം, അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തിനെ പോലെ ഒരാൾ ഈ LDFിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും പരമ്പരാഗത CPMൻ്റെ അണികൾക്കോ മറ്റുള്ളവർക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഈ നാൽക്കവലകളിലും പാടത്തുമൊക്കെയുള്ള ആളുകളുടെ അങ്ങനെ സംസാരിക്കുമ്പോൾ പലരും കോമഡി രൂപേണ പറഞ്ഞ ഒരു കാര്യമാണ്, ഇത്തവണ തോറ്റു കഴിഞ്ഞാൽ അടുത്തവണ അരിവാളിന് തന്നെയായിരിക്കും സീറ്റ്. അത് ആ ഒരു അഭിപ്രായം വരുന്നത് തന്നെ വലിയൊരു അപകടമാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ LDFിലെ നേതൃത്വത്തിന്, LDFിൻ്റെ മുഖങ്ങളെന്ന് പറയുന്ന പല നേതാക്കന്മാർക്കും അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തിൻ്റെ വരവിനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉണ്ടോ? ഉണ്ട്. ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ 25 വർഷത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ അത് ഡോക്ടറേറ്റ് എടുക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇത്തവണത്തെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ വരെ ഇത്തവണ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇലക്ഷന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പറയാം. എന്തായിരുന്നാലും ഇത്തവണ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി അത് LDFിൻ്റെ ഒരു ശൈലിയിലേക്ക് വന്നത് അവസാനത്തെ 5 ദിവസം മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചപ്പാടുകളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവും LDFിൻ്റെ UDFിൻ്റെ കണക്കുകൂട്ടലുകൾ. ഇനി ഇവർ എത്രയൊക്കെ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിന് കൃത്യമായിട്ടുള്ള അടിത്തട്ട് കണക്കുകൾ കിട്ടാറുണ്ട്. അവർ തങ്ങൾക്ക് പ്രതീക്ഷിക്കുമെന്ന വോട്ടിൻ്റെ കുറച്ചാണ് എപ്പോഴും വോട്ട് കണക്ക് കൊടുക്കാം മേൽ കമ്മിറ്റികൾക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് 1100 അടുത്ത് വരുന്ന വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് പരാജയപ്പെടുമെന്ന് തന്നെയാണ് ഇവിടുത്തെ നേതൃത്വം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ അത്ര വലിയൊരു അതിശയോക്തി പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യം 3000 ചില്ലറ വോട്ടുകൾക്ക് ഡെന്നിസ് കാനണി പരാജയപ്പെടും എന്നാണ് പാർട്ടി കണ്ടെത്തിയത്. പക്ഷേ പരാജയപ്പെട്ടത് 1000 ചില്ലറ വോട്ടുകൾക്കായിരുന്നു. ഇവിടെ ഇപ്രാവശ്യം കണ്ടെത്തിയത് 1100 താഴെ വരുന്ന വോട്ടുകൾക്കാണ് പരാജയപ്പെടുമെന്ന് LDF കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വരുമെന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. UDF കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം 3500-നും 7000 വരെ വോട്ട് പോകാം. UDF തരംഗം വന്നു കഴിഞ്ഞാൽ അത് 10000 കവിയാം എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ടീം UDF നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFിന് ഇവിടെ ഒരു വലിയ വിജയപ്രതീക്ഷയാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിന് ഒരു അട്ടിമറി വിജയമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ എല്ലാ ചാനലുകളും കണ്ടെത്തിയിരിക്കുന്ന എക്സിറ്റ് പോൾ, പ്രീപോൾ സർവേകളൊക്കെ തന്നെ ചാലക്കുടി UDF ജയിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡെന്നിസ് കാനണി ജയിക്കുമെന്നാണ് പറഞ്ഞത്. ആ സ്ഥലത്താണ് 1058 വോട്ടിന് ഈ പറയുന്ന സനീഷ് കുമാർ ജോസഫ് ജയിച്ചത്. ഈ പ്രാവശ്യം എല്ലാ ചാനലുകാരും പറഞ്ഞത് UDF ജയിക്കുന്ന തന്നെയാണ്. എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് മറ്റൊരു സംഭവവാസം. എന്നായിരുന്നാലും LDFിന് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ചില വോട്ടിംഗ് സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ സഭാ വോട്ടുകളാണ്. LDF കണക്ക് കൂട്ടുന്നത് സഭയുടെയൊക്കെ സപ്പോർട്ടിൽ വോട്ടുകൾ കിട്ടുമെന്നാണ്. പക്ഷേ അതിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ കർദിനാളുടെ സ്ഥാനാർത്ഥിയാണ് ഡെന്നിസ് കാനണി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രൂപതയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയൊരു ടീം വർക്ക് നടത്തി. സ്വാഭാവികമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകൾക്ക് നടത്താൻ സാധിക്കും. കാരണം ഈ കുർബാന വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസികളുടെ മേലെ എന്തോരം ഈ നേതൃത്വത്തിന് സ്വാധീനമുണ്ട് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു ഈ കുർബാന പ്രശ്നം നടന്നപ്പോൾ. അവിടുത്തെ വിശ്വാസികളെ തെരുവിലിറങ്ങി വരെ ഈ വിഷയത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ അതിരൂപത നേതൃത്വത്തിന് സാധിച്ചു. അപ്പോൾ അവിടെ ഒരു കേഡർ സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറച്ചൊക്കെ രൂപതാ നേതൃത്വത്തിന് വിശ്വാസികൾ ഒരു
പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുർബാന വിഷയം സംബന്ധിച്ച് വന്നപ്പോൾ അവർ കൂടുതൽ പോരാട്ടത്തിനൊന്നും പോയില്ല. വിശ്വാസികളുടെ ഇടയിൽ എന്തോരം ഈ രൂപതാ നേതൃത്വത്തിന് ഹോൾഡ് ഉണ്ട്. ആ ഹോൾഡ് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റുമോ, വോട്ട് അവർ പറയുന്ന രീതിയിൽ വരുമോ എന്നുള്ളതൊക്കെ നിർണായകമായ സംഭവമാണ്. വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് മാറും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് NDAയുടെ വോട്ടുകൾ. കഴിഞ്ഞ പ്രാവശ്യം 17,000 ചില്ലറ വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥി. BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു K ഉണ്ണികൃഷ്ണൻ. അതിന് മുൻപ് 26,000 വോട്ടാണ് പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 17,000 വോട്ട്. ഇത്തവണ 2020ക്കാണ് ഈ വോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ NDA പിടിക്കുന്ന വോട്ടുകൾ എത്ര വോട്ടുകളായിരിക്കും? എനിക്ക് തോന്നുന്നു അവർ പ്രതീക്ഷിക്കുന്ന 20,000-ന് മേലെ വരുന്ന വോട്ടുകൾ അവർ പിടിക്കുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഇനി മറ്റൊരു കാര്യം എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഭവമാണ്. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം NDA നേതൃത്വം ഒരു പത്രസമ്മേളനം വിളിച്ചു. എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടീവ്? സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മുന്നണി തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ കുറച്ച് ദിവസം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നതിൽ എനിക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു സംശയം ഉണർന്നിരുന്നു. പക്ഷേ NDA നേതൃത്വം പറയുന്നത് ഇത്തവണയും നല്ല രീതിയിൽ തന്നെ പ്രചരണം നടന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം NDAയുടെ പ്രചരണങ്ങൾ പല പഞ്ചായത്തുകളിലും കൃത്യമായി തന്നെ നടന്നോ എന്നുള്ളതിൽ സംശയമുണ്ട്. NDAയുടെ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഈ ചാലക്കുടിയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. ഈ ഘടകങ്ങൾക്ക് പുറമെ മറ്റു ചില സംഭവങ്ങളും എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വോട്ടിംഗ് പർച്ചേസിങ് എവിടെയൊക്കെയോ നടന്നിട്ടുണ്ട്. വോട്ട് പർച്ചേസിങ് അത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. വോട്ട് പർച്ചേസിങ്, ആ വോട്ട് പർച്ചേസിങ് നടന്നിട്ടുണ്ടോ, അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വോട്ടെണ്ണി തുടങ്ങുമ്പോഴാണ് അറിയാൻ സാധിക്കുക. എന്തായിരുന്നാലും ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു നെക്ക് മത്സരമായിരിക്കുമോ അതൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പോസ്റ്റൽ വോട്ടുകളെല്ലാം സാധാരണ പോസ്റ്റൽ വോട്ടുകളൊക്കെ LDFനാണ് ഭൂരിപക്ഷം കൊടുക്കുക. അതിനുശേഷം കൊടകര പഞ്ചായത്ത് വോട്ട് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു 1500-നും 2000-നും ഇടയിൽ ഒരു 2000-നോട് അടുത്ത് ഭൂരിപക്ഷം ഇല്ല, ഒരു 1000 ചില്ലറയിലേക്കൊക്കെ പോവാണ് എങ്കിൽ അതൊരു അടയാളമാണ്. അത് LDFന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയല്ല നൽകുന്നത്. ഇനി ഏകദേശം 2000-നടുത്ത് വോട്ടുകൾ അവിടുന്ന് ഭൂരിപക്ഷം കൊടകരയിൽ നിന്ന് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. കൊടകര എണ്ണുന്നു, അതിനുശേഷം കോടശ്ശേരി എണ്ണുന്നു, അതിരപ്പള്ളി എണ്ണുന്നു, പരിയാരം എണ്ണുന്നു, ചാലക്കുടി നഗരസഭ എണ്ണുന്നു. ഇത്രയും പ്രദേശങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ പുഴയ്ക്കപ്പുറം കിടക്കുന്ന 3 പഞ്ചായത്തുകളാണ്. 2 പഞ്ചായത്തുകൾ UDFൻ്റെ ഒപ്പം ഏറ്റവും മൃഗീയ ഭൂരിപക്ഷം കൊടുക്കുന്ന കാടൂറ്റിയും കൊരട്ടിയും, മറ്റൊന്ന് സ്ഥിരമായിട്ട് LDFന് ഭൂരിപക്ഷം കൊടുക്കുന്ന മേലൂരും. ഈ പുഴയ്ക്ക് ഇപ്പുറം വരുന്ന ഈ കൊടകര മുതൽ ചാലക്കുടി നഗരസഭ വരെ എണ്ണിക്കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ബിജു എസ്റ്ററേറ്റ് ഒരു 3500 വോട്ടിന് ലീഡ് ചെയ്യുകയാണെങ്കിൽ LDFന് പടക്കം പൊട്ടിക്കാം. അതല്ല എങ്കിൽ അപകടമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട്, എനിക്ക് കിട്ടിയ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടും ഇതൊക്കെ അനുസരിച്ച് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതിൽ സ്വാഭാവികമായിട്ട് തെറ്റുകൾ കടന്നു വരാം. ഇപ്പോൾ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വല്ലാതെ അതിശയിച്ചു പോയ 2-3 സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് VO പൈലപ്പൻ്റെ വാർഡിലെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ മേഴ്സി ടീച്ചർ ജയിച്ച വാർഡിലെ തെരഞ്ഞെടുപ്പ്, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ച ബിന്ദു ചേച്ചി മത്സരിച്ച വാർഡിലെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഷിബു ആലപ്പൻ മത്സരിച്ച വാർഡിലെ തെരഞ്ഞെടുപ്പ്. ഈ 3 സ്ഥലങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല അവിടെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും കൗണ്ടിംഗ് ടേബിളിലേക്ക് പെട്ടികൾ എടുത്തു വയ്ക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമുള്ളൂ. ചർച്ചകളും ചിന്തകളും ആവിഷ്കാരങ്ങളുമായിട്ട് നിറമുള്ള സ്വപ്നങ്ങൾ നമുക്ക് ഈ രാത്രി കാണാം. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നാളെ 8 മണി മുതൽ കേൾക്കുന്ന വാർത്തകൾ ചാലക്കുടിയുടെ വികസനത്തിന് വേണ്ടി സാധിക്കുന്ന അവിടെ ഞാൻ ആര് ജയിച്ചാലും ഞാൻ അവരോട് ചോദിക്കുന്ന, സനീഷ് കുമാർ ജോസഫ് ജയിച്ചാലും അഡ്വക്കേറ്റ് ബിജു എസ്റ്ററേറ്റ് ജയിച്ചാലും ചാർലി പോൾ ജയിച്ചാലും ഞാൻ നിർഭയമായി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഗുഹാമുഖം എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് യാതൊരു സംശയം ഉണ്ടാവില്ല. ആര് ജയിച്ചാലും അവരോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെയായിരിക്കും ഗുഹാമുഖം, ചാലക്കുടിയിലെ ഗുഹാമുഖം അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു, ശുഭരാത്രികൾ നേരുന്നു. നാളെ കാലത്ത് കേരളം കാത്തിരിക്കുന്ന ആകാംക്ഷ നിർഭരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചാലക്കുടിക്കും ഒരു MLA തെരഞ്ഞെടുക്കപ്പെടും. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.